My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 206ാമത്തെ എപ്പിസോഡിൽ ഫോസ്ഫറസ് എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഫോസ്ഫറസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൽ സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ലൈംഗിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട മാനസികാവസ്ഥകളെ സംബന്ധിച്ച്, ശാരീരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ അതിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമഗ്രമായി ബാധിക്കുന്ന ചിലപ്പോഴൊക്കെ വളരെ ഗുരുതരമാകാവുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒക്കെ ഫോസ്ഫറസ് കവർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മറ്റു പല ഔഷധങ്ങളുടെ ലക്ഷണങ്ങളെന്ന് തെറ്റിദ്ധരിച്ച് തെറ്റായ രീതിയിൽ ചികിത്സ നടത്താൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങളാണ് ഇവിടെ പലപ്പോഴും വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ മരണത്തെ അഭിമുഖീകരിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഫോസ്ഫറസ് രക്ഷിച്ച ഒരു അനുഭവം ബാബുചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഭാവി പ്രാക്ടീസിലും ഇത്തരം കേസുകൾ ചുരുക്കമായെങ്കിലും വരാം. പലപ്പോഴും ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ അഡ്മിറ്റ് ആയിട്ടും രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കച്ചിത്തിരുമ്പുന്ന രീതിയിൽ ആളുകൾ അവർക്ക് വിശ്വാസമുള്ള ഹോമിയോപാത്തിൻ്റെ അടുത്ത് വരും. അങ്ങനെ വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെയും ഹോമിയോപ്പതിയുടെയും റെപ്യൂട്ടേഷൻ ഒരേപോലെ ഉയർത്താൻ സഹായിക്കുന്ന നിരവധി ഔഷധങ്ങളിൽ ഒന്നാണ് ഫോസ്ഫറസ്. നമ്മൾ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. The male sexual organs furnish many symptoms of phosphorus. Violent sexual desire driving him frantic. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന പത്രവാർത്തകളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പല ലൈംഗിക കുറ്റകൃത്യങ്ങളെയും നമുക്ക് ഓർമ്മയിലേക്ക് വരും. പണ്ടും ഇത്തരം കേസുകളുണ്ട് ധാരാളം, പക്ഷേ അതൊന്നും മാധ്യമ ശ്രദ്ധയിൽ വരാറില്ല. അച്ചടി മാധ്യമം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. ഇന്ന് സോഷ്യൽ മീഡിയയുടെയും ശക്തമായ നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിരവധി കേസുകൾ ദൈനംദിനമെന്നോളം നമ്മളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊരു ഹോമിയോപാത്തി രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ഒരു രോഗാവസ്ഥ. പലപ്പോഴും അത്തരം കാര്യങ്ങൾ നിയമപാലകർ കാണാറില്ല, പലപ്പോഴും കാണേണ്ട സാഹചര്യമില്ല. ഞാൻ നേരത്തെ ചില ഔഷധങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ ഈ കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയും ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ കാണാൻ നമ്മൾ ശീലിക്കണം. പല കുറ്റവാസനകളെയും, ലൈംഗിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, കുടുംബത്തിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അമ്മമാര് അച്ഛന്മാര് സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, കൊല്ലുക പോലും ചെയ്യുന്ന സാഹചര്യങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ നേരിടാൻ പറ്റും. അപ്പോൾ ഇവിടെയും ഈ ഒരാളെ ഫ്രാൻറ്റിക്കാക്കുന്ന, ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കുന്ന ലൈംഗിക ഉന്മാദം, അത് ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്നതാണ്. പല സിസ്റ്റത്തിലും അലോപ്പതിയിലും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതിനൊന്നും ആരും ചികിത്സയ്ക്ക് പോകില്ല. ചികിത്സ വേണ്ട കാര്യമാണെന്ന് അവനവന് തന്നെയും കുടുംബത്തിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും നിയമപാലകർക്കും ഒന്നും ചിലപ്പോൾ മനസ്സിലായെന്നും വരില്ല. അവരെ കുറ്റവാളികളായി മാത്രം കാണും, അങ്ങനെ ശിക്ഷിക്കും. അവർ പുറത്തിറങ്ങി വീണ്ടും ഇതേ കുറ്റകൃത്യം ചെയ്യും. ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ 2 വർഷം മുമ്പ് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിച്ച കേസാണ്. അയാൾ ജാമ്യമൊക്കെ വാങ്ങി ഇറങ്ങി. ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും സമാനമായ കുറ്റകൃത്യം ചെയ്തു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, മറ്റു വശങ്ങളും അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഹോമിയോപ്പതി കാഴ്ചപ്പാടിൽ നമുക്ക് അവരൊക്കെ രോഗികളായി കണ്ട് ചികിത്സിക്കാൻ സാധിക്കും. ഇറക്ഷൻസ് ഫ്രീക്വന്റ് ആൻഡ് പെയിൻഫുൾ ഡേ ആൻഡ് നൈറ്റ്. ലൈംഗികമായ ഉന്മാദാവസ്ഥയുണ്ട്, ലൈംഗിക ഇറക്ഷൻസ്
പുരുഷന്മാർ ഇറക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അൺനാച്ചുറലാണ്. ആ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട്. അത് പെയിൻഫുൾ കൂടിയാണ്, വേദനാജനകം കൂടിയാണ്. അത് സമയ കാലഭേദമില്ലാതെ ഡേ ആൻഡ് നൈറ്റ്. സെമിനൽ എമിഷൻസ് അറ്റ് നൈറ്റ് ഈവൻ വിത്തൗട്ട് ലസീവിയസ് ഡ്രീംസ്. സ്വപ്നസ്ഖലനം എന്നൊക്കെ പറയുന്ന പോലെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കണ്ട് എമിഷൻ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ അങ്ങനത്തെ സ്വപ്നങ്ങൾ ഇല്ലാതെ തന്നെയുള്ള സെമിനൽ എമിഷൻസ് അറ്റ് നൈറ്റ്. സെക്ഷൽ ഡെബിലിറ്റി ഫ്രം ദ ഇനോർഡിനേറ്റ് യൂസ് ഓഫ് ടേബിൾ സോൾട്ട്. മറ്റൊരു പ്രശ്നം, ഉപ്പ്, കറിയുപ്പിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് രക്തസമ്മർദ്ദം വരാം, രക്തസമ്മർദ്ദത്തിൽ വേരിയേഷൻസ് വരാം. ഈ വേരിയേഷൻസ് ഇറക്ഷനെ ബാധിക്കാം, ലൈംഗികതയെ ബാധിക്കാം. അങ്ങനെ സെക്ഷൽ ഡെബിലിറ്റി, കറിയുപ്പിൻ്റെ ഉപയോഗത്തിൻ്റെ ആധിക്യം കൊണ്ട് ലൈംഗികമായ കഴിവില്ലായ്മ വരുന്നൊരവസ്ഥ. എന്നും ആരും തിരിച്ചറിയില്ല. ഈ കറിയുപ്പിൻ്റെ ദുരുപയോഗം കൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുകയുമില്ല. ഇത് മാത്രമല്ല, പല പ്രശ്നങ്ങൾ, ആസ്മാറ്റിക് പ്രഷറിൻ്റെ കാര്യം പൊതുവെ അറിയാം, മറ്റു പല കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഓരോ രോഗാവസ്ഥകളായിട്ട് നിങ്ങളടുത്ത് വരുമ്പോൾ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കണം. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ എഡ്യൂക്കേറ്റിംഗ് എക്സസൈസ് കൂടിയാണ്. രോഗികളെ ബോധവൽക്കരിക്കുക. അത് നിങ്ങളുടെ ചേംബറിലും അതിനെത്തുന്നതിന് മുമ്പ് വെയിറ്റിംഗ് ഏരിയയിലൊക്കെ തുടങ്ങി അത് പൂർത്തീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ആളത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇമ്പോർട്ടൻസ് ആഫ്റ്റർ എക്സസീവ് എക്സൈറ്റ്മെന്റ് ആൻഡ് സീക്രട്ട് വൈസ് പ്രൊസീഡ് ബൈ ഓവർ എക്സൈറ്റ്മെന്റ് ഓഫ് ദ സെക്ഷൽ ഓർഗൻസ്. അപ്പോൾ അമിത ലൈംഗികത കൊണ്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, ഇതും പലർക്കും അറിയില്ലാത്തതാണ്. എനിക്കിങ്ങനെ ചില പരിചയക്കാരെ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കാനും, ചില കാര്യങ്ങൾ അവർക്ക് തിരുത്താൻ പറ്റും, ചില കാര്യങ്ങളിൽ ഹോമിയോപ്പതിയുടെ സഹായം വേണ്ടി വരും. അങ്ങനെ ഞാൻ കുറച്ചു കാലം ഒരു 3 വർഷം ഒരു പ്രതിജീവനത്തിൻ്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ വന്ന് പരിചയപ്പെട്ട ചില ആളുകൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൻ്റെ പരിഹാരം തേടി കോഴ്സ് ചെയ്യാൻ വന്നവർ തന്നെ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻസിയുള്ള ഒരാൾ, അയാൾ അതിന് പരിഹാരം തേടി ഈ മറ്റെല്ലാ ചികിത്സകളും നടത്തി മടുത്ത്, പണച്ചെലവ് നടത്തി മടുത്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, വെറുതെ ഒരു ഡോസ് കാലിഫോസ് കൊടുത്ത് അങ്ങനെയുള്ള ഒരാളെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഡോസ് കാലിഫോസ്, ബയോകെമിക്കൽ 6S പൊട്ടൻസി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അമിത ലൈംഗികത കൊണ്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഇവർക്ക് ഇങ്ങനെ വളരെ ഫ്രാൻറ്റിക്കായിട്ട് ഒരു പരിഹാരം തേടി നടക്കുകയാണ്. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, ലൈംഗികത നടക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യന് ഒരേപോലെ അവൻ്റെ കാതലായ ആ ഒരു സ്വത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം തേടി ആളുകളിങ്ങനെ പോകും. പലപ്പോഴും തെറ്റായ വഴികളിലും തെറ്റായ വ്യക്തികളിലൊക്കെയും അവർ ചെന്നെത്തുകയും ചെയ്യുന്നു. ഫ്രീക്വന്റ് ഡിസ്ചാർജ് ഡേ ആൻഡ് നൈറ്റ് ഓഫ് തിൻ സ്ലിമ്മി കളർലെസ് ഫ്ലൂയിഡ് ഫ്രം ദ യുറേത്ര. അപ്പോൾ ഫ്രീക്വന്റ് രാവും പകരമില്ലാതെ മൂത്രാശയത്തിൽ നിന്നും നേർത്ത വാട്ടറി സ്ലിമ്മി ഡിസ്ചാർജസ് വരുന്നു. പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്തിരുന്നർത്ഥം. സെക്ഷൽ അബ്യൂസ് വിത്ത് സ്പൈനൽ ഡിസീസ്, സുഷുമ്നാ നാഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ, അബ്യൂസ്, അതിൻ്റെ അമിതമായ ദുരുപയോഗം. ഡിസ്ചാർജസ് ഓഫ് പ്രൊസ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഡ്യൂറിങ് എ ഹാർഡ് സ്റ്റൂൾ. മലബന്ധമുള്ളപ്പോൾ, കട്ടിയുള്ള മലം പോകുമ്പോൾ അതിനുവേണ്ടി പ്രസ് ചെയ്യുമ്പോൾ പ്രൊസ്റ്റാറ്റിക് ഫ്ലൂയിഡും ഡിസ്ചാർജ് ചെയ്യുന്നു. ക്രോണിക് യുറേത്രൽ ഡിസ്ചാർജസ് ഡ്യൂ ടു ഹൈപ്പർട്രോഫി ഓഫ് ദ പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഗ്ലീറ്റി ഡിസ്ചാർജ്. അപ്പോൾ പുരുഷന്മാരിൽ പുരുഷഗ്രന്ഥി പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ നീർക്കെട്ടും വീർക്കലും ഉണ്ടായിട്ട് അതിൽ നിന്ന് വാട്ടറി ഡിസ്ചാർജ്, പഴകിയ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഡിസ്ചാർജസ്. സ്വെല്ലിംഗ് ആൻഡ് സോർനെസ് ഓഫ് ദ ടെസ്റ്റസ് ആൻഡ് കോഡ്സ്. വൃഷണങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്ന നാളിയിലും വീക്കം, വേദന, ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റസ് ആൻഡ് കോഡ്. ഈ ഭാഗങ്ങളിൽ നീർവീക്കവും.
ഇറ്റ് ഹാസ് ക്യൂർഡ് ഹൈഡ്രോസീൽ ഫോളോയിങ് ഗുണേറിയ. ഗുണേറിയെ തുടർന്നുണ്ടാകുന്ന വൃഷണവീക്കം. ഇതും ഇത്തരം അവസ്ഥകളുമായിട്ട് പുറത്തു പറയാൻ മടിച്ച് വ്യാജ ചികിത്സകരുടെ അടുത്തൊക്കെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കും. ഇൻ ദ വുമൺ ഇറ്റ് ഈസ് ഈക്വലി യൂസ്ഫുൾ. ഇപ്പൊ പുരുഷന്മാരുടെ പ്രശ്നമാണ് പറഞ്ഞത്, സ്ത്രീകളുടെ കാര്യത്തിലും തുല്യമായ നിലയിൽ ഫോസ്ഫറസ് ഉപകരിക്കും. Phosphorus has cured many cases of sterility supposed to depend upon violent sexual excitement. അമിതമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സ്റ്റെറിലിറ്റി ഉണ്ടാകുന്ന കേസുകൾ, വന്ധ്യത ഉണ്ടാകുന്ന കേസുകളെയും ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അസാധാരണമായ കോമ്പിനേഷൻസാണ് ലൈംഗിക ലക്ഷണങ്ങളുമായി പുരുഷന്മാരും സ്ത്രീകളിലും ഫോസ്ഫറസിൽ കാണുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചേർന്ന് വരുന്നൊരവസ്ഥ. വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് വിത്ത് ആവേർഷൻ ടു കൊയിഷൻ ഉണ്ടോ? ഇതും ഒരു അസാധാരണ അവസ്ഥ. അമിതമായ വളരെ രൂക്ഷമായ ലൈംഗിക ഉത്തേജനമുണ്ട്, പക്ഷേ അതേസമയം അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമായിട്ടുള്ള ലൈംഗിക ബന്ധത്തോട് വിരക്തിയും. അത് വളരെ വിചിത്രമായ ചില അവസ്ഥകളാണ്. Violent pain in the ovaries extending down the inner side of the thighs during menstruation caused by inflammation of the ovaries. അപ്പോൾ അണ്ടാശയങ്ങളിൽ നീർവീക്കം ഉണ്ടായിട്ട് അണ്ടാശയങ്ങളിൽ വയലന്റ് പെയിൻ, ഭീകരമായ വേദന, അത് തുടയുടെ ഉൾവശങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത്രയ്ക്ക് രൂക്ഷവും വ്യാപകമായിട്ടുള്ള വേദനയാണ്. Inflammation of the uterus during menstruation and during pregnancy or during pyrenia. ഗർഭാശയത്തിൽ നിർവീക്കം ഉണ്ടാകുന്നു. എപ്പോഴൊക്കെയാണ്? ആർത്തവത്തിന്റെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത്, പഴുപ്പ് ബാധിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗൈനിക് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഴുപ്പ് ബാധിക്കുന്ന അവസ്ഥയിലും. കോപ്പിയസ് ഹെമറേജസ് ഫ്രം യൂട്രസ്, ബ്രൈറ്റ് റെഡ് clotted blood after confinement during menstruation or during the climacteric period. അപ്പോൾ പ്രസവ സമയത്ത്, ആർത്തവ സമയത്ത്, ആർത്തവ വിരാമം സംഭവിക്കുന്ന സമയത്തൊക്കെ വല്ലാത്ത രക്തസ്രാവം, ഗർഭാശയത്തിൽ വല്ലാത്ത രക്തസ്രാവം, അത് ബ്രൈറ്റ് റെഡ് ആകാം, ക്ലോട്ടഡ് ആകാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഫോസ്ഫറസിലൂടെ സുഖപ്പെടുത്തിയൊരു അനുഭവം ഭാവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. കോട്ടയിൽ എയർഫോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു NCC ക്യാമ്പുണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ എന്തോ ഒരു സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഡിറ്റ് ഓഫീസറായിട്ട് ബാബുചേട്ടൻ പോയ സമയം 70കളുടെ ഒരു മധ്യം അല്ലെങ്കിൽ രണ്ടാം പകുതിയാണെന്ന് തോന്നുന്നു, 76-77 മറ്റുമാണ്. ഒരു അടിയന്തരാവസര സമയം കൂടിയാണ്. അപ്പോൾ വളരെ കാർക്കശ്യമുള്ള സമയമാണ്. ആ സമയത്ത് അവിടെ ക്യാമ്പ് ചെയ്ത്, ഒരു മാസത്തോളം അവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ബാബുചേട്ടൻ്റെ ഓഫീസ് അറ്റൻഡറായിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കോട്ടയിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് മാറി ഒരു തനി ഉൾനാടൻ ഗ്രാമം, ഗതാഗത സൗകര്യങ്ങൾ തന്നെ ഇല്ല, നിരവധി കിലോമീറ്ററുകൾ നടക്കണം. നടന്നാലേ അത്യാവശ്യം എന്തോ കഴുതപ്പുറത്തോ കാളപ്പുറത്തോ ഒക്കെയാണ് സഞ്ചരിക്കുന്നത്, കാളവണ്ടിയൊക്കെയാണ് അക്കാലത്തുള്ളത്. അപ്പോൾ അയാൾക്ക് ഒരു ദിവസം പെട്ടെന്ന് ഒരു ടെലിഗ്രാം വന്നു. കുറേ ദൂരെ പോയി ഒരു ടെലിഗ്രാഫ് സെൻറ്ററിൽ പോയി ടെലിഗ്രാം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഒരു സമയത്ത് രക്തസ്രാവവും മറ്റുമൊക്കെ വന്ന് അവിടെ ഒരു ആശുപത്രിയിലായി, മരിക്കും എന്നുള്ളൊരവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ജീവനോടെ കാരണമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത്. ഇയാൾ ബാബുചേട്ടനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇയാൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാബുചേട്ടൻ മരുന്ന് കൊടുക്കാറുണ്ട്. ഇക്കാലത്ത് പോലെ തുമ്മൽ, ചീറ്റൽ, തലവേദന, പനി, വയറുവേദന, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബാബുചേട്ടൻ്റെ ഓഫീസിലുള്ളവർക്കൊക്കെ മരുന്ന് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകളും 10-20-25 മരുന്നുകൾ ബാബുചേട്ടൻ്റെ ഈ സ്റ്റോക്ക് ഉണ്ട് താനും. അപ്പോൾ ഈ ആൾക്ക് ബാബുചേട്ടന് വലിയ വിശ്വാസമാണ്. സാബ് ദൈവതുല്യനാണ് എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് അങ്ങേരെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും, ഇപ്പോൾ വയറുവേദന അങ്ങനെ എന്തോ ബാബുചേട്ടൻ്റെ മരുന്നുകൊണ്ട് എനിക്ക് നക്സാമറ്റമാണ് സുഖപ്പെട്ടു പോയിരുന്നു. അപ്പോൾ സാബും കൂടെ വരണം, എങ്ങനെയെങ്കിലും വരണം. കൂടെ വരണം എന്നല്ല, ഒരു വാഹനം വേണം, അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വാഹനം കിട്ടില്ല. അപ്പോൾ ഭാര്യ മരിച്ചു പോകും എന്ന് ഏതാണ്ട് ഇയാൾക്ക് ഉറപ്പാണ്.
അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ട് കിടക്കണ്ടേ? അതിനാണ് ഒരു വണ്ടി. സാബു വിചാരിച്ചാൽ ക്യാമ്പിലെ ജീപ്പ് കിട്ടും. അതൊക്കെ അങ്ങനെ ആംബുലൻസ് സർവീസുകളൊക്കെ ഇല്ല. ആ ഒരു കാലഘട്ടമാണ് 70കളുടെ മധ്യം അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇയാളുടെ അവസ്ഥ കണ്ട് അയാൾ കരയുകയായിരുന്നു പറയുന്നത്. ബാബുചേട്ടന് വലിയ വിഷമം തോന്നി. വേറെ പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാഹനങ്ങൾ കിട്ടാനും അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനും ഇന്നത്തെ കാലത്ത് ഗ്രാമങ്ങളിൽ വലിയ പ്രശ്നമാണത്. അതുകൂടി അറിയാവുന്നതുകൊണ്ടാണ് ബാബുചേട്ടൻ ജന്മം കൊണ്ട് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അവിടുത്തെ കമാൻഡറോട് പറഞ്ഞ്, എയർഫോഴ്സ് കമാൻഡറോട് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ അവിടുത്തെ ജീപ്പും ഡ്രൈവറും വിട്ടുകൊടുത്തു. അപ്പോൾ ബാബുചേട്ടൻ കയ്യിലുണ്ടായ എല്ലാ മരുന്ന് കൂട്ടാനുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത്, പിൽസാണ്, ബ്ലാങ്ക് പിൽസാണ് ഉപയോഗിക്കുന്നത്, പിൽസും ഒക്കെ എടുത്ത് ജീപ്പിൽ കയറി ഇയാളെയും കൂട്ടി കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് പോയി അവിടെ പോയി ആശുപത്രിയിൽ പോയി കണ്ടപ്പോഴേക്കും രോഹിണി അബോധാവസ്ഥയിലാണ്. ഇടക്ക് ഉണരും, എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയും. അപ്പോൾ ബാബുചേട്ടൻ കിട്ടിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഈ സ്ത്രീയുടെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു അവിടെ കൂടെ. അവരോട് കുറെ മാറ്റി നിർത്തിയിട്ട് പെട്ടെന്നൊരു കേസ് ടേക്കിംഗ് നടത്തി. ചെറുപ്പം മുതൽ ഈ സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ, ആ സ്ത്രീയുടെ ജനറൽ കണ്ടീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്സ്, ഡിസ്ലൈക്സ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫോസ്ഫറസിൻ്റെ ശക്തമായ സൂചന ലഭിക്കുന്ന ചില കാര്യങ്ങൾ, ക്രേവിങ്സ്, ഈ ഐസി കോൾഡ് വാട്ടറിനോടുള്ള ക്രേവിങ്. അവിടെ അന്ന് റെഫ്രിജറേറ്ററും മറ്റൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. തണുത്ത വെള്ളത്തിന് വേണ്ടി, പൊതുവെ ചൂടുള്ള സ്ഥലമാണത്, തണുത്ത വെള്ളം കിട്ടുന്ന ചില ഉറവകളുണ്ട്, ചില നീർച്ചോലകളിൽ വനപ്രദേശങ്ങളിലെ ഉറവുകളുണ്ട്. അവിടെ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ കുട്ടി ചെറുതായിരുന്നപ്പോൾ കുടിക്കുമായിരുന്നു പറയുന്നത്. അത്ര തണുത്ത വെള്ളത്തിൽ അത്രയ്ക്ക് ആഗ്രഹം. അപ്പോൾ ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പാത്രം വെള്ളത്തിൽ മുക്കി തണുപ്പിച്ച് കഴിക്കുന്ന പ്രകൃതമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോസ്ഫറസ് ഒരു ഡോസ് കൊടുത്തു. വായൊക്കെ ഒരുവിധം പഞ്ഞി കൊണ്ട് വായൊക്കെ നാവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഡോസ് ഫോസ്ഫറസ് 200 നാവിനടിയിൽ ഇട്ട് കൊടുത്ത് അവിടെ അവർ കാത്തിരുന്നു നോക്കിയിരുന്ന് ക്രമേണ ആ ഒരു രോഗശാന്തി വന്നു തുടങ്ങി, ബോധം വന്നു തുടങ്ങി, സുബോധത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നമായിരുന്നു, ഗർഭാശയത്തിൽ പഴുപ്പ് ബാധിച്ചിരുന്നു, കുട്ടിയെയും ബാധിച്ചു. കുട്ടി മരിച്ചുപോയില്ലെന്ന് പറഞ്ഞ സ്കാനിങ് സംവിധാനമൊന്നുമില്ല. എന്തോ പരിശോധന നടത്തി കുട്ടിയുടെ നെഞ്ചിടിപ്പ് കുറവാണെന്നൊക്കെ പറഞ്ഞു. കുട്ടിയും മരിച്ചു പോവും. ഈ സ്ത്രീയെങ്കിലും അമ്മയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്, പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അവിടുത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ ചികിത്സ ആ സ്ത്രീ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ സ്ത്രീ മരണത്തിൻ്റെ ആ ഒരു വക്കിൽ നിന്നും പുറത്തു കിടന്നപ്പോഴേക്കും കൂടുതൽ കേസ് ടേക്കിംഗ് നടത്തി, ഇദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചു, ഫോസ്ഫറസ് ആണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ദിവസം അവിടെ തങ്ങി. ഈ സ്ത്രീ ഡിസ്ചാർജ് ചെയ്യാവുന്ന അവസ്ഥയിലെത്തി. എങ്കിലും ആ ഒരു മെഡിക്കൽ സെൻ്ററിൽ തന്നെ, അവിടെ ഒരു പ്രൈമറി മെഡിക്കൽ സെൻ്റർ, പ്രസവം നടത്തും, അത്യാവശ്യ ചികിത്സയൊക്കെ നടത്തും. അതിൻ്റെ 5-6 ബെഡുകളുള്ളൊരു ഫെസിലിറ്റിയാണത്. അവിടെ തന്നെ കിടത്തി. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴാണ് ഒരു ട്രാവലിംഗ് ഹോമിയോപാത്ത് അങ്ങനെ ആരോ ഉണ്ട്, പുള്ളി ഡൽഹിയിലോ മറ്റോ ഒരു ഹോമിയോപാത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു പ്രായമുള്ള ആൾ. അയാൾ വന്നെന്തോ മരുന്ന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു കാര്യമാക്കി എടുക്കുന്നില്ല. ഏതായാലും ബാബുച്ചനത് കേട്ടോടുകൂടി ഈ ഭർത്താവിനെയും കൂട്ടി ഈ ജീപ്പിന് ഇയാളെ തേടിപ്പോയി. അയാളെ തേടി അലഞ്ഞ് നടന്ന് ഇയാളെ കണ്ടെത്തി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്ത് മരുന്നാ കൊടുത്തെന്നറിയാൻ വേണ്ടി കൊടുത്തപ്പോൾ അയാൾ, ഞാൻ കൃത്യമായിട്ട് പൈറോജനോ അങ്ങനെ എന്തോ മരുന്നാ കൊടുത്തത്, അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അയാളെ ഞാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അയാൾ ചെയ്തു. പക്ഷേ ഒരു ഡോസ് ഫോസ്ഫറസ് ആ സ്ത്രീയുടെ എന്നല്ല, ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവൻ രക്ഷിച്ചു. പിന്നീട് ബാബുച്ചേട്ടൻ ആ കേസ് എടുത്ത് ഈ സ്ത്രീയെ ഒരു ദിവസം ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഈ ജീപ്പിൽ തന്നെ
ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടുപേരെയും ഒരു ഇദ്ദേഹത്തിൻ്റെ ക്വാർട്ടറിലാക്കി. ബാബുചേട്ടൻ്റെ ആ ഒരു ടേം കഴിഞ്ഞു, അവിടുത്തെ ഓഡിറ്റിൻ്റെ ടേം കഴിഞ്ഞിട്ടും ലീവ് എടുത്ത് അവിടെ തന്നെ തുടർന്ന് ഈ സ്ത്രീയുടെ പ്രസവം ഒരു 1.5 മാസത്തിനകം പ്രസവം നടന്നു. പ്രസവത്തിൻ്റെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം ആ ഒരു ഹോമിയോപ്പതി കെയറിൽ തന്നെ ബാബുചേട്ടൻ നടത്തി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവത്തിന് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും നടത്തി. അമ്മയെയും കുഞ്ഞിനെയും പൂർണ്ണ ഒരു പെൺകുട്ടിയായിരുന്നു, ആരോഗ്യവതിയായി അവരെ തിരിച്ചയച്ചു. അങ്ങനെ ഒരു ഫോസസിൻ്റെ വലിയൊരു അനുഭവം ബാബുചേട്ടൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒറ്റ നോട്ടത്തിൽ മറ്റെന്തെങ്കിലും ഔഷധങ്ങളൊക്കെയാണ് തോന്നുന്നൊരു സാഹചര്യം. ബാബുചേട്ടൻ അതാ പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ മറ്റു ചില ഔഷധങ്ങൾ ഇതിന് കൊടുക്കുന്ന ടിപ്പിക്കലായിട്ട് കീനോട്ടൊക്കെ വെച്ച് കൊടുക്കുന്ന മറ്റു ചില ഔഷധങ്ങളൊക്കെ ഉണ്ടാകും. എന്തൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 40 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഫ്രീക്വന്റ് ആൻഡ് പ്രൊഫ്യൂസ് ഹെമറേജസ് ഫ്രം ദ യൂട്രസ് കോസ് ഫ്രം ക്യാൻസർ സഫഷൻസ്. അപ്പോൾ അർബുദത്തിൻ്റെ ആ അവസ്ഥകളിലും ഫോസ്ഫറസ് സുഖപ്പെടുത്തും, ജീവൻ രക്ഷിക്കും, പാലിയേഷനെങ്കിലും നടന്നിരിക്കും. അപ്പോൾ എന്താ ഫ്രീക്വന്റ് പ്രൊഫ്യൂസ് ഹെമറേജസ് ഫ്രം യൂട്രസ്, ഗർഭാശയത്തിൽ നിന്നും ഇടക്കിടക്കായിട്ട് വല്ലാതെ രക്തസ്രാവം. The menstrual period is too early, flow bright red, lasting too long, is copious during the menstrual period, ice cold feet and hands, nausea, pain in the back as if broken. സുദീർഘമായ വാചകമാണ്. ആർത്തവ കാലഘട്ടം വളരെ നേരത്തെ വരുന്നു, ബ്രൈറ്റ് റെഡ് നല്ല ചുവന്ന രക്തമാണ്, അതിൻ്റെ ഫ്ലോയാണ് സംഭവിക്കുന്നത്. ആ ഫ്ലോ നീണ്ടു നിൽക്കുന്നു, വല്ലാതെ നീണ്ടു നിൽക്കുന്നു, അമിതമാണ്. ആർത്തവ കാലഘട്ടത്തിൽ കൈയും കാലുകളും തണുത്ത് മഞ്ഞുപോലെ തണുത്തിരിക്കും, ഓക്കാനും വരലുണ്ട്, നടുവേദന, ഒടിഞ്ഞു പോയ പോലുള്ള വേദന, നടുവേദന ആ സമയത്ത്. ബ്ലൂ റിങ്സ് അറൗണ്ട് ഐസ്, കണ്ണു ചുറ്റും നീലവലയങ്ങൾ. ഇപ്പോൾ ഡാർക്ക് കോംപ്ലക്ഷൻ ആണെങ്കിൽ അത് ഡാർക്ക് റിങ്സ് നമുക്ക് കാണാം. ബ്ലൂ റിങ്സ് എന്ന് പറയുന്നൊരു ഫെയർ കോംപ്ലക്ഷനിലേ കാണുള്ളൂ. ലോസ് ഓഫ് ഫ്ലഷ്, ശോഷിക്കുന്നു, മച്ച് ഫിയർഫുൾനെസ്, ഒരു മാനസിക ലക്ഷണം കൂടി ഉണ്ട്, വല്ലാത്ത ഭീതി. ഇറ്റ് ഈസ് ഓൾസോ മെൻസ്ട്രൽ സപ്രഷൻ ഇൻ കൺസംപ്റ്റീവ് വിത്ത് കോഫ്, ബ്ലീഡിംഗ് ഫ്രം ദ നോസ് ആൻഡ് സ്പിറ്റിംഗ് ഓഫ് ബ്ലഡ്. ക്ഷയരോഗത്തിന്റെ അവസ്ഥകളിലും ഫോസ്ഫറസിന്റെ റോളുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ക്ഷയരോഗത്തിന്റെ അവസ്ഥയിൽ ആർത്തവം നിലച്ചു പോകുന്നു, സപ്രഷൻ, ആർത്തവം നടക്കാതെ വരുന്നു. അതിനോടൊപ്പം ചുമ വരുന്നു, മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു, രക്തം തുപ്പുന്നു. അപ്പോൾ ആർത്തവം ഇല്ലാത്ത അവസ്ഥയിൽ ഒത്തിരി ഔഷധം നമ്മൾ നേരത്തെ ബ്രയോണിയിൽ കണ്ടു. ഞാൻ ഒരു അനുഭവം നിങ്ങൾ പറയുണ്ടായി. ഈ നാസൽ ബ്ലീഡിങ് അവിടെയുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ജനറൽ കണ്ടീഷൻസ് യോജിക്കുമ്പോൾ മാത്രമേ ഈ ഔഷധങ്ങളത് ക്യൂർ ചെയ്യുള്ളൂ. ബ്രയോണിയാണോ ഫോസ്ഫറസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മെൻസസ് സപ്രഷൻ ഉണ്ട്, നാസൽ ബ്ലീഡിങ്ങും ഉണ്ട്. പക്ഷേ അതിൻ്റെ ടോട്ടാലിറ്റി കൂടി നോക്കണം. ടോട്ടാലിറ്റി നോക്കിയിട്ട് കൃത്യമായിട്ട് ഔഷധം കൊടുത്താലേ സുഖപ്പെടുകയുള്ളൂ. കൃത്യമായ ഔഷധം കണ്ടെത്തി കഴിഞ്ഞാൽ സൗഖ്യം സ്വാഭാവികമായിട്ട് വന്നുകൊള്ളും. ക്ഷയരോഗത്തിൻ്റെ സാഹചര്യങ്ങളിൽ രക്തം തുപ്പുകയും മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് മെൻസ്ട്രൽ സപ്രഷൻ, വൈൽഡ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഡ്രൈവിംഗ് ടു സീക്രട്ട് വൈസ്. അപ്പോൾ അമിതമായ ലൈംഗിക ഉത്തേജനം ഉണ്ടായിട്ട് രഹസ്യമായ ലൈംഗിക കൃത്യങ്ങൾ ചെയ്യുക, അതായത് വ്യഭിചാരത്തിനും മറ്റുമൊക്കെ പോവുക എന്നാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം. കോപ്പിയസ് യെല്ലോ ലുക്കേറിയ വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ്, വല്ലാതെ മഞ്ഞ നിറത്തിലുള്ള സ്രവങ്ങൾ. ഇപ്പോൾ വെള്ളപ്പോക്കെന്ന് പൊതുവെ പറയുന്ന കാര്യം ഇപ്പോൾ മഞ്ഞ നിറത്തിൽ. ഗ്രേറ്റ് വീക്ക്നെസ്, വല്ലാത്ത ക്ഷീണം. ലുക്കേറിയ ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്, ആർത്തവത്തിൽ രക്തസ്രാവത്തിന് പകരം വെള്ളപ്പോക്കുണ്ടാകുന്നു. വൈറ്റ് വാട്ടറി ലുക്കറിയ, മഞ്ഞ നിറത്തിലുണ്ട്, വെള്ള നിറത്തിലുണ്ട്, വെള്ളം പോലെയുണ്ട്. ആക്രിഡ്, അത് ഒഴുകുന്ന ഭാഗങ്ങളിലൊക്കെ ദ്രവിപ്പിക്കാം, അസിഡിറ്റി ഉണ്ട്. എസ്കോറിയേറ്റിംഗ് ആണ്. മിൽക്കി ലുക്കറിയ, പാല് പോലെയുള്ള സ്രവങ്ങൾ. കോപ്പിയസ് വെൻ വാക്കിംഗ്, നടക്കുമ്പോൾ വല്ലാതെ ഒഴുകും. ദ ലുക്കറി ഈസ് സോ എക്സ്കോറിയേറ്റിംഗ് ദാറ്റ് ബ്ലിസ്റ്റേഴ്സ് ഫോം അപ്പോൺ ദി ജെനിറ്റൽസ്. ഈ ദ്രവിപ്പിക്കുന്ന സ്വഭാവം, അസിഡിറ്റി അമിതമായിട്ടുണ്ടായിട്ട് ജെനിറ്റൽസിൽ പൊള്ളി ഉണ്ടാകുന്ന കുമ്പളകൾ പോലെ ഉണ്ടാകും. ഇത്രയ്ക്ക് രൂക്ഷമാണത്. സ്ത്രീകളൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കുക. ബേണിംഗ് ആൻഡ് സ്മാർട്ടിംഗ് ഇൻ ദ വജൈന, വജൈനയിൽ പൊള്ളല്,
നീറ്റൽ ഒക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് പെയിൻസ് അപ്പോർഡ് ഫ്രം ദ വജൈന ഇൻ ദ പെൽവിൽസ്. കുത്തുന്നതുള്ള വേദന, വജൈന മുതൽ ആ ഇടുപ്പിന്റെ ഭാഗത്തേക്ക് മുകളിലേക്കുള്ള വേദന. While there is violent sexual excitement during coition, there is lack of sensation in the vagina, as if it were numb. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിചിത്രമായ ലക്ഷണങ്ങളാണ് ലൈംഗികതയോട് ബന്ധപ്പെട്ട് ഫോസ്ഫറസിൽ കാണുന്നത് സ്ത്രീകളും പുരുഷന്മാരിലും. അപ്പോൾ തികച്ചും വിചിത്രമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ ശാസ്ത്രീയ ചികിത്സയുടെ കാഴ്ചപ്പാടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അവർക്ക് അനോമലിയാണ്. പക്ഷെ ഹോമിയോപ്പതിയിൽ അനോമലി ഇല്ല. ഹോമിയോപ്പതിയിലെ സിംറ്റംസിന്റെ ഇത് നോക്കും, ഇത്തരം വിചിത്രമായ സിംറ്റംസ് നോക്കുമ്പോൾ അനോമലീസ് ഇല്ല. അതൊക്കെ അശാസ്ത്രീയമല്ല, അതൊക്കെ ശാസ്ത്രീയം തന്നെയാണ്. ഇവിടെ നോക്കുക, വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ്, വല്ലാതെയുള്ള അമിതമായ ലൈംഗിക ഉത്തേജനമുണ്ട് കൊയിഷന്റെ സമയത്ത്. പക്ഷേ വജൈനയിൽ സെൻസേഷൻ ഇല്ല. വജൈനൽ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈംഗികാവയവങ്ങളുടെ സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൈംഗിക പ്രക്രിയ നടക്കുന്നത് തന്നെ. പക്ഷെ ഇവിടെ വജൈന നമ്പാണ്, മരവിച്ചൊരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ എന്താണ്, വയലന്റ് സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല. നാടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് പലതരം ചികിത്സകളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അവസാനം ആകെ കുളമാകും. പക്ഷേ കൃത്യമായിട്ട് കേസെടുത്ത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് ഉചിതമായ ഔഷധം, അത് ഫോസ്ഫറസ് ആകാം മറ്റെന്തെങ്കിലും ആകാം, കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം സങ്കീർണമായ അവസ്ഥകളൊക്കെ വളരെ എളുപ്പത്തിൽ മാറിപ്പോകും. പലപ്പോഴും വളരെ കുറച്ച് ഡോസുകൾ മാത്രം മതിയാവും കൃത്യമായിട്ടുള്ള ഔഷധമാണെങ്കിൽ. കോണ്ടിലോമാറ്റ അപ്പിയർ ലൈക്ക് ഫിഗ് വാൾസ് ആൻഡ് എക്സ്ക്രീഷൻസ് അബൌട്ട് ദി ജെനിറ്റൽസ് ആൻഡ് ഇൻ ദ വജൈന. വജൈനയിലും ലൈംഗിക അവയവങ്ങളിലും ഒക്കെ അരിമ്പാറകൾ, ചുവപ്പ് നിറത്തിലും മറ്റുമൊക്കെയുള്ള അരിമ്പാറകൾ, നീർവീക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. ബ്ലീഡിംഗ് വാർഡ്സ്, ഈ ചുവന്ന നിറത്തിലാണ് ഇത്തരം ഫിഗ് വാർഡ്സ് ഉണ്ടായിട്ട് അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം. ഇറക്ടൈൽ ട്യൂമേഴ്സ് ഓൺ ദ എക്സ്റ്റേണൽ പാർട്സ്, ചുവന്ന അരിമ്പാറകൾ. പഴയൊരു ഉപയോഗം ഇറക്ടൈൽ ട്യൂമർ എന്ന് വെച്ചാൽ പഴയൊരു ഇംഗ്ലീഷിലെ ഉപയോഗമാണത്. ചുവന്ന അരിമ്പാറകൾ പോലത്തെ ഇത് നേരത്തെ പോലെ ഫിഗ് വാർഡ്സ് മറ്റൊക്കെ തന്നെ. എക്സ്റ്റേണൽ ജെനിറ്റൽസ്. ഡ്രോപ്സിക്കൽ സ്വെല്ലിംഗ് ഓഫ് ദ ലാബിയ, ലാബിയയിൽ ഇങ്ങനെ നീർക്കട്ടിയെ പോലുള്ള ഇങ്ങനെ വീർത്ത് കെട്ടല്. കോളിഫ്ലവർ എക്സ്ക്രൈസൻസ് വിത്ത് മച്ച് ബ്ലീഡിങ്, കോളിഫ്ലവർ പോലെ ഉള്ള ഗ്രോത്ത്സ്, വല്ലാത്ത ബ്ലീഡിങ്ങും ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ മറ്റു ചില ഔഷധങ്ങൾ പലർക്കും പലപ്പോഴും ഒറ്റനോട്ടത്തിൽ മനസ്സിലേക്ക് വരുന്നത്. ടോട്ടാലിറ്റി നോക്കുകയും ജനറൽസ് നമ്മൾ നോക്കി അന്വേഷിച്ച് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഔഷധത്തിൽ എത്താൻ പറ്റും. ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസ് മാത്രമേ സുഖപ്പെടുത്തൂ, വേറെ ഒന്നും സുഖപ്പെടുത്തില്ല. സപ്രഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഫൈബ്രോയിഡ് ട്യൂമേഴ്സ് ഓഫ് ദ ബ്രസ്റ്റ്, ഫൈബ്രോയിഡ് ട്യൂമേഴ്സ് ഓഫ് ദ യൂട്രസ് വിത്ത് കോപ്പിയസ് ഹെമറേജ്. ബ്രസ്റ്റില് സ്ഥലങ്ങളിൽ ഫൈബ്രോയിഡ് ട്യൂമേഴ്സ് വരുന്നു. ഫൈബ്രോയിഡ് ട്യൂമേഴ്സ് ഓഫ് ദ യൂട്രസ് വിത്ത് കോപ്പിയസ് ഹെമറേജ്, അല്ലാതെ രക്തസ്രാവം ഉണ്ടാകുന്ന ട്യൂമേഴ്സ് യൂട്രസിലും. ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ വയലന്റ് സെക്ഷൽ ഡിസയർ, ഇവിടെയും ഒരു വിചിത്ര ലക്ഷണമെന്ന് തോന്നാം. പ്രഗ്നൻസിയുടെ സമയത്താണ്, മുലയൂട്ടുന്ന സമയത്താണ്. ഈ സമയത്തൊക്കെ ലൈംഗികോത്തേജനം പൊതുവെ കുറയുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അമിതമായ ലൈംഗിക താല്പര്യം, വൊമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി, നേരത്തെ നമ്മൾ കണ്ടതാണ്. ഗർഭകാലത്ത് ഛർദി, മച്ച് പ്രസ്ട്രേഷൻ, സിങ്കിങ് ആൻഡ് ട്രംബ്ലിങ്, പ്യൂർപ്പറൽ കൺവൾഷൻസ് ഉണ്ടോ, ഇതൊക്കെ അവസ്ഥകളാണ്. വല്ലാതെ ക്ഷീണിച്ച് തളർന്ന് ചത്ത പോലെ കിടക്കുന്ന അവസ്ഥ, വിറയല്, പ്യൂർപ്പറൽ കൺവൾഷൻസ്, പ്രസവശേഷം ഉണ്ടാകുന്ന ആ വലിച്ചു പോച്ചലൊക്കെ. പെയിൻ ദ ബാക്ക് ആസ് ഇഫ് ഇറ്റ് വുഡ് ബ്രേക്ക്, നേരത്തെ കണ്ടാണ് നടുവില് ഒടിഞ്ഞാലെന്ന പോലുള്ള പുറം വേദന. സെക്രേഷൻ ഓഫ് മിൽക്ക് ഔട്ട് ഓഫ് സീസൺ, കുട്ടിക്ക് പാല് ആവശ്യമായ സമയത്ത് പാലിന്റെ സെക്രേഷൻ ഉണ്ടാകും, പാല് ചുരത്തും. പക്ഷേ ആ ഒരു സീസൺ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞാലും അമിതമായി പാല് ചുരത്തിലുണ്ടാകുന്നൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ മാമറി ഗ്ലാൻഡ്സ് വിത്ത് മച്ച് ഹീറ്റ്, വെയിറ്റ് ആൻഡ് സൂപ്പറേഷൻ. മാമറി ഗ്ലാൻഡ്സിൽ ഇൻഫ്ലമേഷൻ, നീർവീക്കം, വല്ലാത്ത ചൂട്, ഭാരം, നീർക്കെട്ട്, പഴുപ്പ് വരെ ഉണ്ടാകാം. എറിസിപ്പിലാസ് ഓഫ് ദ ബ്രസ്റ്റ് ഓർ ഇൻ ദ ജെനിറ്റൽസ്, സ്ഥലങ്ങളിൽ ലൈംഗികാവയവങ്ങളിലൊക്കെ തിണർപ്പും തടിപ്പും. അത്രമാത്രം സവിശേഷമായ, സങ്കീർണമായ, വിചിത്രമായ, മാരകമായ, മരണത്തിൻ്റെ വക്കുവരെ എത്തിക്കുന്ന
അവസ്ഥകളാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും, വിശേഷിച്ച് സ്ത്രീകളിൽ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് നോക്കുക. മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ. ഫോസ്ഫറസ് ഇത്തരം അവസ്ഥകൾ ഭംഗിയായിട്ട് ഹീൽ ചെയ്യും. ബാബുചേട്ടൻ്റെ അനുഭവം പറഞ്ഞ പോലെ നിരവധി ഹോമിയോപാത്തിന് ഇത്തരം അനുഭവങ്ങൾ പറയാനുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കും ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉചിതമായ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതകരമെന്ന് പറയാവുന്ന രോഗശാന്തികൾ, ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് വളരെ സ്വാഭാവികമാണ്, വളരെ യൂഷ്വലാണ്. പക്ഷേ പൊതുസമൂഹം, രോഗികൾ ഇതിനൊക്കെ അത്ഭുതകരമായിട്ട് കാണും. നിങ്ങളുടെയൊക്കെ റെപ്യൂട്ടേഷൻ വളരെയധികം വർദ്ധിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം നിരവധി ലക്ഷണങ്ങൾ ഇനിയും ഫോസ്ഫറസ് വരുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡിൽ നമുക്ക് അവയ്ക്ക് കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.